ഹായ് ഡിയേഴ്സ്, ഇന്ന് ഞങ്ങളുടെ തറവാട്ടിലെ പാട്ടുത്സവമാണ് കേട്ടോ. എന്താണ് പാട്ടുത്സവം നമുക്ക് വഴിയെ കാണാം കേട്ടോ. അരവിന്ദേട്ടൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് പരിപാടിയൊക്കെ നടത്തുന്നത്. രാത്രി ചൂട്ടുകളിയോട് കൂടി ഞങ്ങൾ അമ്പലത്തിലേക്ക് പോകും. പിന്നെ അവിടെ വെച്ചൊരു കളംപാട്ടുണ്ടാവും, അതാണ് പാട്ട് എന്ന് പറയുന്നത് കേട്ടോ. ഈ വീട്ടിലിപ്പോൾ അടുത്ത് കല്യാണം കഴിഞ്ഞതായിരുന്നു. അങ്ങനെ അവർ ആൽബമൊക്കെ ഞങ്ങൾ നോക്കുകയാണ് കേട്ടോ. പിന്നെ ഇതേ മികനെ കൊണ്ടടക്കാൻ എവിടെ പോയാലും ആൾക്കാരുണ്ട്. പിന്നെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ വൈകുന്നേരം വീട്ടിലേക്ക് പോന്നു. കുട്ടുമോന് കമ്പനിക്ക് ആരില്ലാത്തതിനുണ്ടാവും ഞങ്ങളെ വീട്ടിലേക്കാണ് കേട്ടോ വന്നത്. പിന്നെ വൈകിട്ട് വീണ്ടും പോയി ദുതിമോക്ക് അതേ അംഗനവാടിയിലെ ഫ്രണ്ടിന് അവിടെ നിന്ന് വീണ്ടും കിട്ടിയിട്ടോ. പിന്നെ ചെണ്ടക്കൊട്ട് കലശലായപ്പോൾ നാട്ടുകാർക്കൊക്കെ അരം കയറിയിട്ട് എല്ലാവരും ഇതാ നോട്ടുമാലയൊക്കെ അണിയിക്കുന്നുണ്ട്. സാധാരണ വട്ടപ്പാട്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പരിപാടിയും കൂടി ഉണ്ടാവാറുണ്ട്. ഇപ്രാവശ്യം അതില്ല കേട്ടോ. ആ ടൈമും കൂടി ഞങ്ങൾ ചെണ്ടക്കൊട്ട് ഏർപ്പാടാക്കിയതാണ് കേട്ടോ. അങ്ങനെ 11 മണിയോട് കൂടിയാണ് ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഗ്രഹനാഥ അതേ വിളക്ക കത്തിച്ച് വെച്ച് ചൂട്ട് കത്തിച്ചിട്ട് രാമേട്ടൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. സാധാരണ എല്ലാ തറവാടുകളിലും അവരാണ് ചൂട്ടുകളിൽ തുടക്കം കുറിക്കാറുള്ളത്. അങ്ങനെ കത്തിച്ച് അവരെ കയ്യിൽ കൊടുത്ത് പിന്നെ ഓരോരുത്തരായിട്ട് കത്തിച്ച് അങ്ങനെ റോഡിലൂടെ നടന്ന് അമ്പലം വരെ പോകും കേട്ടോ. ഇത് ഈ ദേശത്തുള്ള ഒരു ആചാരമാണ് കേട്ടോ. ഒരു 5-6 തറവാടുകളുണ്ട്. അവിടെ നിന്നൊക്കെ ഇങ്ങനെ വേല എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി ഉണ്ട്. അതിൻ്റെ മുന്നേ ആയിട്ട് എല്ലാ തറവാടുകളിൽ നിന്നും ഇതേപോലെ ചൂട്ട് കത്തിച്ചിട്ട് അമ്പലത്തിലേക്ക് രാത്രി പോകുന്നൊരു പരിപാടിയുണ്ട്. ഇവിടെ ചെറിയവരെന്നോ വലിയവരെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരേപോലെ ചൂട്ടൊക്കെ കത്തിച്ച് പോകും കേട്ടോ. എന്താ വെടിക്കെട്ടോട് കൂടി ഞങ്ങൾ ഇറങ്ങാൻ പോവുകയാണ്. ഈ നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും കൂടി ഒന്നിച്ച് ചൂട് വെക്കുകയാണ് കേട്ടോ.